നമസ്കാരമുണ്ട്. ഇന്നത്തെ പേപ്പർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എടുത്ത 35 കേസിൽ 30 എഴുതി തള്ളാൻ പോകുക. കാരണം എന്താണെന്ന്, പരാതിക്കാർ മൊഴി കൊടുക്കാൻ തയ്യാറല്ല. സംഭവം കോംപ്ലിമെൻസായി. ഇവരൊക്കെ സെലിബ്രിറ്റി ആകാൻ വേണ്ടി കിടന്ന് തട്ടി ഒരു മലന്ന് കിടന്ന് കൊടുക്കുകയും ചെയ്യും, മോളിൽ കയറി അടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവർക്ക് സെലിബ്രിറ്റി ആയാൽ മതി. ഈ അവസരം കിട്ടാത്തവരുടെ നിലവിളി ശബ്ദമാണ് നമ്മളെ കൂടുതൽ കേട്ടത്. ഇപ്പോൾ കേസെടുക്കണമെങ്കിൽ ഇവരുടെ മൊഴി വേണ്ടേ? അപ്പോൾ ലീഗലായിട്ട് കോടതി മുഖേന നോട്ടീസ് അയച്ചു. ഈ വാദികളോട് മൊഴി കൊടുക്കാൻ വരാൻ. അത് 6 വർഷം മുമ്പ് അവരോട് പറഞ്ഞതല്ലേ. ഇപ്പം സാഹചര്യമൊക്കെ മാറി. മൊഴിയൊന്നും തരാൻ വരണില്ല. ഇപ്പം ഹൈക്കോടതിൻ്റെ ഉത്തരവുണ്ട്, നിർബന്ധിച്ച് അങ്ങനെ പാവങ്ങളുടെ മൊഴി എടുപ്പിക്കരുതെന്ന്. ഏത് കേസിലാണ് ഇങ്ങനത്തെ വിചിത്ര വിദ്യയൊക്കെ വരണത്? ഇപ്പോൾ പാർവതി തെരുവത്തെ അടക്കം സെക്ഷലായിട്ടുള്ള ഈ ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. അവളൊന്നും ആളെ പറയില്ല. ഇത് അവർ തന്നെ വെളിപ്പെടുത്തിയതാണ്. അവരാളെ പറയില്ല. എന്താ കാര്യം? നന്ദികേടാണ്. ഇവിടെ ഇപ്പം ഈ 35-ൽ 30 കേസ് മൊഴി കൊടുക്കാൻ വരാത്തത് ഈ സംഭവം കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ കനത്ത പൈസ വാങ്ങിയിട്ട് ഇത് കോംപ്ലിമെൻറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ അവസരം ഓഫർ കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ ടോട്ടൽ 80 കേസ് എടുത്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറച്ച് കോലാഹലം ഉണ്ടായല്ലോ. അപ്പോൾ കൂടി കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 35 കഴിഞ്ഞ് ബാക്കിയുള്ള 80-ലുള്ള കേസുകളൊക്കെ കണ്ടിന്യൂ പോകുന്നുണ്ട്. കാരണം അവർക്ക് ഉദ്ദേശിച്ച് കിട്ടിയിട്ടില്ല. അവർ വലിയ സെലിബ്രിറ്റികളുമല്ല. അപ്പോൾ അണിയറെല്ലാം അതിൻ്റെ ബാർഗൈനിങ് വില പേശൽ നടന്നുകൊണ്ടിരിക്കണം. അതും കുറച്ച് കഴിയുമ്പോൾ പുകിടും. ഇവരൊക്കെ പുണ്യാളത്തികളൊന്നുമല്ല. ഇവരൊക്കെ പോയിട്ട് തടി ഊരി കിടന്ന് ഇവർ പറയണതൊക്കെ ചെയ്ത് കൊടുത്ത് മോളിൽ കയറി വരെ അടിച്ചു കൊടുക്കും. ആമാനത്തിൻ്റെ രോമം അടിച്ച് മയിൽപ്പീലി പോലെ സൂക്ഷിക്കാൻ കൊടുക്കും. സെലിബ്രിറ്റി ആയ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട. ആയമാർ, സെർവൻസ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ്, ഈ സാമാനം തേഞ്ഞു പോകുന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്താണ്, കൊടുക്കുകയും ചെയ്ത് ഈ കാര്യങ്ങളൊന്നും നടക്കാണ്ടാവുമ്പോഴാണല്ലോ ഒരു ദേഷ്യം വരല്. അതിപ്പോൾ അങ്ങനെയല്ല. വിസ തട്ടിപ്പായാലും പണം കൊടുത്ത് നമ്മളെ വിസ തന്ന് വിദേശത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കില്ല. അതേപോലെ സഡ്ഡി പൂരിയനും കേസിട്ട്. ഇപ്പം ഇതിനൊക്കെ ബ്രോക്കർമാരുണ്ട്, ഈ കോംപ്രമൈസ് ടോക്കിനൊക്കെ ആൾക്കാരുണ്ട്. ഇനി പണം വാരി എറിയും. ഏത് സെലിബ്രിറ്റിക്കും മാനമല്ല വലുത്. കേസ് മുന്നോട്ട് പോയാൽ കോടതി ചെന്നാൽ പുലിവാലായിരിക്കും. ഡെയിലി അപ്ഡേഷൻ വരും പത്രത്തിൽ. ജാമ്യം എടുക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ. ഇത് തടിയാണെങ്കിൽ കൈക്കോട്ട് കുത്തി ഉണ്ടാക്കിയ പൈസയൊന്നുമല്ലല്ലോ. കുറച്ച് മേക്കപ്പ് ഇട്ട് കുറച്ചിങ്ങനെ അഭിനയിച്ച പൈസയല്ല. അപ്പം വാരി എറിയും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ. അതേപോലെ തന്നെയാണ് ഈ സംവിധായകന്മാരും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് 100% ഉറപ്പല്ലേ. ഈ സ്ത്രീകളൊക്കെ പുണ്യാളത്തികളല്ലെന്ന് ഞാൻ വീണ്ടും പറയും. ഏതെങ്കിലും പെണ്ണിനെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മരി കയറി ബലാത്സംഗം ചെയ്തൊന്നുമല്ല. പറയണ സ്ഥലത്ത് പോയി കിടന്ന് കൊടുത്ത് അവസാനം എന്താ, വാഗ്ദാനം പാലിക്കാണ്ടാവുമ്പോണ്ടല്ലോ. പെണ്ണുങ്ങളുടെ ഒരു മറ്റക്കോണത്തിലൊരു കേസുണ്ടല്ലോ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച്. അങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരാൾ വിവാഹ വാഗ്ദാനം നടത്തുമ്പോൾ കാണുന്ന ലോഡിച്ചിലൊക്കെ പോയിട്ട് തുണി കഴിച്ച് ഇങ്ങനെ കിടന്നു കൊടുക്കല. അത് കഴിഞ്ഞിട്ട് അവൻ്റെ പേരിൽ കേസും. അത് തന്നെ ഇതും. അല്ലാണ്ട് ഇതിൽ വലിയൊരു കന്യകധർമ്മ പഠിച്ച കേസൊന്നും അല്ല ഇത്. പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി പറഞ്ഞ പോലെ പല മോഡലിൽ അവർ പറഞ്ഞ വെറൈറ്റി ഷഡ്ഡികളുടെ കളറൊക്കെ മാറ്റി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇവരൊക്കെ ഫിസിക്കലായിട്ടൊക്കെ പറ്റുക. പല ആംഗിളിലൊക്കെ നിന്നും ചരിഞ്ഞും കുനിഞ്ഞും നിന്നൊക്കെ പണിയെടുക്കാൻ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവളുമാർ ലാസ്റ്റ് പീഡിപ്പിച്ചേന്ന്.
ഇതിലെ പീഡനമെന്നല്ല പറയണ്ടേ, ഇത് കേസൊക്കെ അതിനെ പറ്റി ഒരു നിയമമാണല്ലോ ഇവിടെ ഉള്ളത്. എന്തൊരു നിയമമാണത്. എന്നിട്ടിപ്പോൾ എത്ര രൂപ ചിലവായിട്ടുണ്ട് ഈ വണ്ടി, പോലീസ് വാഹനങ്ങൾ, ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ച് അവരിതിനെ അധികാരപ്പെടുത്തി. ആ 2-3 IPS മാഡംസ് ഇതൊക്കെ തലങ്ങും വിലങ്ങും ഓടി 35 കേസെടുത്തിട്ട് 30 എഴുതി തള്ളുകയാണെങ്കിൽ എന്നെ പോലത്തെ നികുതി അടച്ച ആൾക്കാരുടെ പൈസയാണ് ഈ വേസ്റ്റ് ആക്കുന്നത്. ഈ വൃത്തികെട്ട നടികൾ, എന്താ ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ടുള്ള പരിപാടിയല്ലേ ഇത്. ഇവരാണ്ട് നിലവിളിക്കുമ്പോൾ അവിടെ പ്രശ്നം സോൾവ് ചെയ്യാൻ ആൾ വരുമെന്ന് അറിഞ്ഞിട്ടാണ് ആ കൂട്ടത്തിൽ കൂടി പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഇവരുടെ കന്യാധർമ്മം പറ്റിയൊന്നുമില്ല. അവിടെയൊക്കെ തഴമ്പ് വന്നിട്ടുണ്ടാവും ചില എന്ന് പറയല്ലേ. എന്നിട്ട് പീഡിപ്പിച്ച് ഏതായാലും ഈ അന്വേഷണ സംഘത്തിന് വേണ്ടി ചിലവായ പൈസയൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് ഈടാക്കണം. എൻ്റെ അഭിപ്രായം അതാ. ഇവരൊക്കെ എന്താ വിചാരിച്ചത്? ഇവിടെ പത്രക്കാരാണെങ്കിൽ കോലും പിടിച്ച് ഓടിയുള്ളത്. എന്നിട്ട് ആ ലോഡ്ജിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് മറ്റേ ലോഡ്ജിൽ പോയി. അപ്പോൾ ഇവരിങ്ങനെ പൊട്ടിപ്പും തൊങ്ങലും വെച്ച് പറയും. എന്തിന്? ആ പറച്ചിലെ സ്ട്രോങ് അനുസരിച്ചാണ് ഇപ്പുറത്ത് വില പേശാൻ പറ്റുള്ളൂ. ഏതിലാ ഹേമ കമ്മിറ്റിക്ക് എത്ര ലക്ഷം ചിലവായിട്ടുണ്ടാവും? ചിലപ്പോൾ 1 കോടിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ടാവും. അവർക്ക് അവരുടെ സ്റ്റാഫിനുമൊക്കെ ഉള്ള സാലറിയും അലവൻസുകളും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ പാടെ എത്ര ലക്ഷം ചിലവായിട്ടുണ്ടാവും. എന്തിനാ സിനിമാക്കാർക്ക് മാത്രം ഇത്ര ഒരു പ്രിവിലേജ്? സിനിമാ താരങ്ങൾക്ക് അവാർഡ്, സിനിമാ താരങ്ങൾ എല്ലാത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കണം. എനിക്ക് മനസ്സിലാവില്ല. ഇവരാണ് ഭൂമിയുടെ അച്യുതണ്ട്, ഇവരാണ് ഇതൊക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത്. എന്തിനാ ഇവിടുത്തെ മന്ത്രിമാരെയൊക്കെ പറഞ്ഞാൽ മതിയില്ല. എല്ലാവരും കണക്കാണ്. നല്ല സാധനം കിട്ടി അടിക്കാൻ ധാരാളം. ഇതിൽ പല ആൾക്കാരും ഇതിൽ പ്രതികളാണ്. രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. ചില റോസൊക്കെ ഉണ്ടല്ലോ, സമർപ്പണം ചെയ്ത റോസുകളൊക്കെ ഉണ്ട്. ഏതൊരു DGPക്ക് എന്തൊക്കെയോ ഒരു സാധനം സമർപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ പരസ്യമായിട്ടുള്ള രഹസ്യം. എന്നിട്ട് ഇവരോടൊക്കെ അശ്ലീല ചുവയുള്ള നോട്ടം, ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള സംസാരം എന്നൊക്കെ പറയും കേസ് കൊടുക്കണം. എങ്ങനത്തെ ആൾക്കാർ? ഈ അതിപുണ്യാളത്തിൽ. എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. ആദ്യം പൈസ മേടിച്ച് പെട്ടിയിലിടുക. പൊട്ടിയ സിനിമയിൽ, ഏത് സിനിമയിലും നമ്മൾ സഹിക്കുക. എന്നിട്ട് ഇറങ്ങിയാലും അവർക്ക് ആന ചത്താലും പന്തീരായിരം, ജീവിച്ചാലും പന്തീരായിരം എന്ന് പറഞ്ഞത് സെലിബ്രിറ്റി ഗവൺമെൻറ് വരെ അവർക്ക് പ്രിവിലേജ് കൊടുക്കണം. ഏതായാലും ആ SITക്ക് ചിലവായ പൈസ എങ്കിലും ഈ പരാതിക്കാരോട് ഈടാക്കണം. നമസ്കാരം.